ഒരു കോടി അടിച്ചായിരുന്നു. ഞാൻ ഒരു കോടി അടിച്ചു. ഒരു കോടി അടിച്ച ഭാഗ്യമാണ്. പക്ഷേ അനുവിനെ പോലെ ഒരു മണി സാറേ, എന്റെ വീട് ഏറ്റുമാനൂരടുത്ത് ഏതഗിരി എന്ന് പറയും. അടിച്ചത് 2016 ഓഗസ്റ്റ് മാസം. ഉണ്ട്. പക്ഷേ അതിനേക്കാൾ എനിക്ക് സങ്കടമുണ്ട്, കാര്യമുണ്ട്. കാരണം അനൂപിനെ പോലെ ഒരു മണി പ്ലാനിങ് എനിക്ക് ഇല്ലാണ്ടായി പോയി. ഫിനാൻഷ്യൽ പ്ലാനിങ് ഇല്ലായി പോയി. അതിന്റെ കുഴപ്പം കൊണ്ട് പൈസ. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ഒരു കോടി അടിച്ചു എത്ര കിട്ടി? എനിക്ക് 63 രൂപ കിട്ടി. 63 ലക്ഷം. വേറൊരു കുഴപ്പമുണ്ട് സാറേ, എന്നെ പോലെ ഒരു ചെറിയ എന്താ പറയുക ആർദ്രമായ ഹൃദയവും മറ്റുള്ളവർക്ക് കൂടിപ്പോയി. അതാണ് പറ്റിപ്പോയി. കാരണം ചോദിച്ചു വരുന്നവർക്ക് എല്ലാം കൈനീട്ടി കൊടുത്തു. ആ സമയത്തും ഞാനൊരു ആക്ച്വലി സോഷ്യൽ വർക്കർ ആയിരുന്നു ആ സമയത്ത്. അതായത് കോട്ടയം ടൗണിലും പരിസര പ്രദേശങ്ങളിലും എല്ലാം നാട്ടകത്ത് പഠിപ്പിക്കുന്നത്. ഞാൻ ഗസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാം നാട്ടകം ഗവൺമെന്റ് കോളേജിൽ ഗസ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഞാൻ അതിനുമ്പോൾ അടിച്ചത്. അതെ, അല്ലല്ല, ആ സമയത്ത് ഞാൻ എനിക്ക് കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ എനിക്ക് ലോട്ടറി എടുക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നില്ല. ഞാൻ അത് നമ്മുടെ മെമ്പർ പറഞ്ഞതുപോലെ ഒരു ദൈവവിശ്വാസിയാണ്. ഞാൻ ഏറ്റുമാനൂർ അമ്പലത്തിൽ സത്യം പറഞ്ഞാൽ ആദ്യത്തെ ലോട്ടറി എടുക്കുന്നത് ഞാൻ ഏറ്റുമാനൂർ അമ്പലത്തിൽ തൊഴുതിറങ്ങുമ്പോൾ ഒരു കാല് വയ്യാത്തൊരു അച്ഛൻ പറഞ്ഞു, മോനെ എനിക്ക് ഭിക്ഷ യാചിക്കാൻ കഴിയാഞ്ഞിട്ടാണ് ഒരു ലോട്ടറിയുടെ സഹായിക്കാൻ പറഞ്ഞു. ഞാൻ ഇല്ല അച്ഛൻ, ഞാൻ എടുക്കാറില്ല. എന്നോട് പറഞ്ഞു, ഇത് അദ്ദേഹം പറഞ്ഞ ബാക്കി ഇതാണ്, എനിക്ക് ഭിക്ഷ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പറഞ്ഞു. അപ്പൊ എന്റെ കയ്യിൽ അന്ന് 20 രൂപ മറ്റാണ് ലോട്ടറിയുടെ റേറ്റ് എന്ന് തോന്നുന്നു. ഞാൻ 20 രൂപ കൊടുത്തൊരു ലോട്ടറി വാങ്ങി. എനിക്കത് നോക്കാൻ പോലും അറിയില്ലായിരുന്നു. ഞാൻ ഇട്ടിരുന്നു. പിറ്റേ ദിവസം രാവിലെ പത്രം വന്നപ്പോഴാണ് ഞാൻ എന്റെ കാര്യം അറിയുന്നത്. അപ്പൊ എനിക്ക് ഈ ലോട്ടറി നോക്കണേ എങ്ങനെയാന്ന് പോലും അറിയില്ല. ഞാൻ എടുത്തു കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ ഈ ലാസ്റ്റത്തെ 4 അക്കം ഒരു 5000-ആയിട്ട് സെയിം ആണ്. അപ്പൊ ഞാൻ ഒരാൾ വിളിച്ചു ചോദിച്ചു, പറഞ്ഞു 5000 അടിച്ചെന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. 5000. കാരണം എനിക്ക് അറിയില്ല സാർ. കാരണം ഞാൻ 20 രൂപ മുടക്കി പിറ്റേ ദിവസം എനിക്ക് 5000 രൂപ കിട്ടുവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ അതിന് പുറകെ പേരെഴുതി വെച്ചു. എനിക്കറിയില്ല അതിന്റെ പുറകെ പേരെഴുതണമെന്നുള്ളത്. ഈ ചെറിയ ഇതൊക്കെ കടയിൽ കൊണ്ട് കൊടുത്താൽ മാറുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതിന്റെ പുറകിൽ എന്റെ പേരും അഡ്രസ്സും എല്ലാം എഴുതി വെച്ചിട്ട് ഞാൻ അടുത്ത കടയിൽ കൊണ്ട് കൊടുത്ത് പറഞ്ഞു, ഇത് പുള്ളി എനിക്ക് പൈസ തന്നു. ആക്ച്വലി 4800 തന്നു. 200 പുള്ളി എടുത്തു. പുള്ളി പുറകെ ഓട്ടോ വിളിച്ച് വീട്ടിൽ വന്നു. നിന്റെ പേര് പുറകെ എഴുതിക്കൊണ്ട് മാറാൻ പറ്റത്തില്ല, നീ നേരിട്ട് കോട്ടയത്ത് ലോട്ടറി ഓഫീസിൽ പോയി മാറണം എന്ന് പറഞ്ഞു. പിന്നെ ഞാനത് പോയിട്ട് ലോട്ടറി ഓഫീസിൽ പോയി ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു മാറി. അങ്ങനെയാണ് 1 കോടി ഉണ്ടെന്ന്. ഇല്ലില്ല, അതല്ല, ഞാൻ ഫസ്റ്റ് ലോട്ടറി എടുക്കണം. ആദ്യത്തെ ലോട്ടറി അതാണ് ഞാൻ ആദ്യം. എനിക്കല്ലാണ്ട് ലോട്ടറി എടുക്കുന്ന ശീലം ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ പിന്നെ എന്റെ മനസ്സിൽ ലോട്ടറി കാണുമ്പോൾ പറഞ്ഞ് എടുക്കാൻ തോന്നും. ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ലോട്ടറിക്കാരുടെ ഒരു കാര്യം. ഈ പറഞ്ഞ ഈ ഈച്ചയില് ചക്കപ്പഴത്തെ ഈച്ച ഇരിക്കുന്നില്ല, ഇതിന് എടുത്തു കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇവരിങ്ങനെ വരുമല്ലോ. പിന്നെ നമ്മുടെ പുറകെ ഇങ്ങനെ വരികയാണ്. ഞാൻ പിന്നെ ഇങ്ങനെ എടുത്തോണ്ടിരുന്നു. കുറെ പൈസ അങ്ങനെ പോയോ? ഇല്ല, ഒരുപാട് പൈസ ഒന്നും എടുത്തില്ല. ഞാൻ ഏകദേശം ഒരു വർഷം ഇടയ്ക്ക് ആദ്യം ഫസ്റ്റ് എടുത്ത് അവിടെ നിന്നാണ്. ഞാൻ ആ സമയത്ത് കഞ്ഞിക്കുഴി ഇല്ല, ഞാൻ കഞ്ഞിക്കുഴിയിൽ ഒരു മൊബൈൽ കട നടത്തുമായിരുന്നു ആ സമയത്ത്, കോട്ടയത്ത് കഞ്ഞിക്കുഴിയിൽ, മൈമോട്ടോ എന്ന പേരിൽ. അപ്പൊ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ അവിടെ വരുന്ന ലോട്ടറിക്കാരുടെ എന്ന് പറഞ്ഞ് എടുക്കും. പിന്നെ അത് ശീലമായി. അപ്പൊ ഒരു സന്തോഷം എന്ന് പറഞ്ഞൊരു ലോട്ടറി ഏജന്റ് ആണ് എന്റെ അടുത്ത് ഫസ്റ്റ് വരുന്നത്. അപ്പൊ ഇദ്ദേഹം തലേദിവസം കൊണ്ടുവന്ന് ഈ സെറ്റും പിടി ലോട്ടറിയും കൊണ്ട് വെക്കുവാണ്. അപ്പൊ തലേദിവസം ഭയങ്കര തിരക്കുള്ള സമയത്ത് ഈ പുള്ളി ലോട്ടറി കൊണ്ട് വെച്ചു. ഞാൻ എന്നെ പൊക്കി കണ്ട നമ്പറിങ് എടുത്തു, 9668 ലാസ്റ്റ് എടുത്ത് ഞാൻ പാന്റിന്റെ പോക്കറ്റിൽ ഇട്ടു. പിറ്റേ ദിവസം രാവിലെ ഞാനപ്പോ ആ സമയത്ത് ഞാൻ സാർ പറഞ്ഞ പോലെ ദൈവവിശ്വാസം എന്ന ദൈവം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയൊരു സമയം. ഞാൻ ഏകദേശം ഒരു 3 ഇല്ല പറയാം സാറേ, ഞാനൊരു 3.5 ലക്ഷം രൂപ കടക്കാരനായിരുന്നു. ആ സമയത്ത് 3.5 ലക്ഷം രൂപ ഞാൻ കടപ്പെട്ട് നിൽക്കും. ഈ കടക്കാർക്ക് മാത്രമേ ലോട്ടറി അടിക്കൂ. പക്ഷേ അതിനകത്ത് വളരെ അത്ഭുതം തോന്നുന്ന കാര്യം എനിക്ക് കേട്ടപ്പോ എല്ലാം കടക്കാരാണ്. ഞാൻ എന്റെ അനുഭവമാണ്. ലോട്ടറി അനുകൂലിക്കുന്ന ഞാൻ അങ്ങനെയൊക്കെ വരാം. ലോട്ടറി എടുക്കുവോ? ഞാൻ ലോട്ടറി എടുക്കത്തില്ല സാറേ. അതല്ല, അതിനൊരു കാരണമുണ്ട്. അല്ലല്ല, ഞാൻ പറയാം, അതിനൊരു കാരണമുണ്ട്. ഞാൻ ലോട്ടറി എടുത്താലും ഇല്ലേലും എന്റെ ഷോപ്പില് എല്ലാ ദിവസവും കുറച്ച് ടിക്കറ്റുകൾ മിച്ചം വരും. മനസ്സിലായില്ലേ? എന്നാൽ ഞാൻ ഇത് എടുത്തു വെക്കുവാണെങ്കിൽ, പർപ്പസ്ഫുള്ളി എടുത്തു വെക്കുവാണെങ്കിൽ ഞാൻ എന്താ ആഗ്രഹിക്കും? എനിക്ക് അടിക്കണമെന്ന് ആഗ്രഹിക്കും. അന്നേരം ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകൾ എടുക്കുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, ഞാൻ എന്റെ കടയിൽ എന്തോ ഉണ്ട്, എനിക്ക് മിച്ചം വരും. ഞാൻ എടുക്കേണ്ട അതെ, തീർച്ചയായിട്ടും മിച്ചം ഉണ്ടാവും. അന്നേരം എനിക്ക് അടിക്കാനുണ്ടെങ്കിൽ അതിലടിക്കും. അല്ലാതെ തീർച്ചയായിട്ടും അത് നമ്മുടെ 1962 തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. കേരള ലോട്ടറി 1967 തുടങ്ങിയത്. മുമ്പേ തുടങ്ങിയതാണ്. നമ്മുടെ ലോട്ടറി സ്ഥാപനത്തിന്റെ പ്രത്യേകത, കേരളത്തിലെ ആദ്യത്തെ ബമ്പർ സമ്മാനം വിറ്റത് ഞങ്ങളുടെ ഏജൻസിയാണ്. കേരളത്തിലെ ആദ്യത്തെ ബമ്പർ. നമ്മൾ ഈ പ്രൈസ് അടിക്കുന്നവരെ നോക്കുവാണെങ്കിൽ പലരും ബാങ്ക് ജപ്തിയായിട്ടിരിക്കുന്നവര്, വലിയ കടക്കാര്. അന്നേരം ഇങ്ങനെയുള്ള ആളുകൾക്ക് മറ്റു ഒരു മാർഗം ഇല്ലാത്തപ്പോ അവരുടെ ഒരു ആഗ്രഹമാണ് ഇത് ലോട്ടറി പറഞ്ഞത്. അല്ല, അതില് ഒരു കാര്യമുണ്ട് സാർ. ഈ കിട്ടുന്ന ആളുകളുടെ കടം ഉണ്ടെന്നുള്ളൂ. കടമുള്ള ലക്ഷക്കണക്കിന് ആൾ ഇവിടെ ഉണ്ട്. ഇത് കിട്ടുമ്പോ അയാളുടെ കടം നമ്മൾ അറിയും, കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്നവന്റെ കടം നമ്മൾ അറിയൂല. മാത്രമല്ല ഇതുപോലെ ഒരുപാട് ആളുകൾ EMI അടയ്ക്കാൻ പറ്റാത്തവര് മുഴുവൻ പോയി ലോട്ടറി എടുക്കുമെന്ന്. അതെ, അതാണ് പറഞ്ഞത്. ലോട്ടറി കടമുള്ളവർക്കൊന്നും അല്ല ലോട്ടറി.
സാധാരണ ചെറിയ ജോലികൾ ചെയ്യുന്നവര് സാറേ അവർക്ക് ഒരിക്കലും ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചിലപ്പോൾ നേടാൻ സാധിക്കത്തില്ല. അതിനുള്ള ഒരു മാർഗമായിട്ട് കൂടിയാണ് ഈ ലോട്ടറിയെ കാണുന്നത്. ഈ അനു വളരെ മൗനിയാ, നല്ല കാര്യത്തൊന്നും അഭിപ്രായം പറയുന്നത്. സാറ് പറഞ്ഞ ഒരു പ്രതീക്ഷയാണ്. പ്രതീക്ഷയാണ്. അതെ. പിന്നെ ലോട്ടറി എടുത്തോ? ആ 22 കോടിക്ക് ശേഷം ഞാൻ എടുക്കുന്നുണ്ട്, ഇപ്പോഴും അടിക്കുന്നുണ്ടല്ലോ. അടിക്കുന്നുണ്ട്. 5000 അങ്ങനെ താങ്കൾ എങ്കിൽ ഞാൻ 1 കോടിക്കാരോട് ചോദിക്കാം. ഞാൻ എന്റെ ബാക്കി 22 കോടിക്കാരൻ കുറച്ച് അഹങ്കാരമായിരുന്നു. സാറേ എനിക്ക് ഞാൻ ലോട്ടറി അങ്ങനെ അംഗീകരിക്കുന്ന ആളല്ല. പക്ഷെ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാനിപ്പോ എനിക്ക് വല്ലാത്തൊരു അവസ്ഥയിൽ ഞാൻ ഫിനാൻഷ്യൽ ക്രൈസിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പിറ്റേ ദിവസം തിരുവഴ അമ്പലത്തിൽ ഒരു വഴിപാടുണ്ടായിരുന്നു. ബ്രദറിനെയും കൊണ്ട് ഞങ്ങൾ വഴിപാടിന് പോകുന്നു. അപ്പൊ തലേ ദിവസം എടുക്കുന്ന ലോട്ടറിയാണ് എന്റെ പോക്കറ്റിൽ ഇട്ടു. പിറ്റേ ദിവസം രാവിലെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ഈ ലോട്ടറിയും പേഴ്സും എല്ലാം പോക്കറ്റിൽ ഇട്ടാണ് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകുന്നത്. അപ്പോൾ അമ്പലത്തിൽ ചെന്ന് ഇറങ്ങുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു തുറയാണ്, എനിക്ക് ആലപ്പുഴ ലോട്ടറി ഒരെണ്ണം എടുക്കാൻ പറ്റിയില്ലല്ലോ, തിരുവഴയാണ് പോകുന്നത്. അപ്പൊ ആലപ്പുഴ ലോട്ടറിക്ക് തപ്പി നടത്തിട്ട് എങ്ങും കിട്ടി. എനിക്ക് അറിഞ്ഞുകൂടെ ആലപ്പുഴയിൽ മിക്കവാറും ഫസ്റ്റ് പ്രൈസ് ആലപ്പുഴ കാണാറുണ്ട്. അതിനിട്ട് ഞങ്ങൾ റൂമൊക്കെ എടുത്തു, അമ്പലത്തിൽ റൂം എടുത്ത് കുളിച്ചു വരാനുള്ള സെറ്റപ്പ് ആയിരുന്നു. അവിടെ പോയിട്ട് അപ്പോൾ ഞാനും ഉണ്ട്, എന്റെ ബ്രദറും ഉണ്ട്, ഒരു കസിനും ഉണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോയി ചായ വല്ലതും കുടിച്ചിട്ട് തിരിച്ചു വരാം. ഏകദേശം ഒരു 3 മണി കഴിഞ്ഞു സമയത്ത്. അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയി. തിരിച്ചു വരുന്ന വഴിക്ക് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഒരു സൈക്കിളിൽ ഒരു അച്ചായൻ നിൽക്കുക. അദ്ദേഹത്തിന്റെ അത് ലോട്ടറിക്കാരനാണെന്നൊക്കെ മനസ്സിലാവും, കാരണം അദ്ദേഹത്തിന്റെ സൈക്കിളിന്റെ ഫ്രണ്ടിൽ ലോട്ടറി തട്ടുണ്ട്. പക്ഷെ ലോട്ടറി ഒന്നുമില്ല, ഒരു സാധാ ഒരു ഡ്രസ്സ് മാത്രം, ഒരു മുണ്ടോ കൊടുത്ത് ഒരു അച്ചായൻ. പുള്ളി എനിക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ ദൈവത്തിന്റെ ഒരു ശക്തിയാണ്, ഞാൻ ആയിരിക്കും എനിക്ക് അറിഞ്ഞൂടാ എന്തോ. ഞാൻ എന്റെ അവസ്ഥ കൊണ്ടായിരിക്കാം. അപ്പൊ ഇത് എന്നെ നോക്കി നിന്നിട്ട് എന്നോട് പറയുവാണ് ലോട്ടറി നോക്കിയോ, ഇന്ന് 1 കോടിയാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ബ്രദർ പറഞ്ഞു വേണം നമുക്ക് ലോട്ടറി നോക്കാം. അദ്ദേഹത്തിന്റെ കയ്യിലും ലോട്ടറി ഉണ്ട്, എന്റെ ബ്രദറിന്റെ ലോട്ടറി ഉണ്ട്, എന്റെ കയ്യിലുണ്ട്. ഇല്ല നമുക്ക് റൂമിൽ പോയിട്ട് നോക്കാന്ന് പറഞ്ഞു. ഞാൻ റൂമിൽ ചെന്ന് കതക് തുറക്കുമ്പോൾ എന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, കുത്തിയിട്ടായിരുന്നു പോയത്. എടുത്ത വഴി എന്നോട് പറഞ്ഞു ശൈലേഷ് ചേട്ടാ ലോട്ടറി ഞാൻ കൊടുത്ത ലോട്ടറി ആ കഞ്ഞിക്കുഴിയിലെ കടക്കാരനെ വിളിക്കും, ഏജന്റാണ് വിളിക്കുന്നത്, എനിക്കാണ് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് ഞാൻ കൊടുത്ത ലോട്ടറിക്കാണ്, ലാസ്റ്റ് 68 പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷേട്ടാ കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ട് ഞാനിങ്ങനെ പോക്കറ്റ് നോക്കിയപ്പോൾ എന്റെ പോക്കറ്റ് ലോട്ടറി കിടപ്പുണ്ട്. ഞാൻ എടുത്ത് നോക്കി കൃത്യം 68 എന്റെ സത്യം. ഇല്ല ബോധം കെട്ട് വീണില്ല. പക്ഷെ എനിക്ക് അറിയായിരുന്നു എനിക്കത് എന്തെങ്കിലും കിട്ടും. പക്ഷേ ഈ അനൂപിനൊക്കെ പറ്റിയ പോലെ ഒരു മണി മാനേജ്മെന്റ് ഇല്ലാത്തതിന്റെ കുഴപ്പം കൊണ്ട് ഞാൻ ഫെയിൽ ആയി പോയി. അനൂപിന്റെ ഈ ബുദ്ധിവൈഭവം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ട് ഓട്ടലോട്ടമായിട്ട് ചെയ്യുന്നു. പക്ഷേ അതിൽ ഏറ്റവും താങ്കളെ ആകർഷിച്ചത് FD കൊണ്ടിട്ടാണോ? FD കൊണ്ടിട്ടതല്ല സാറേ. അല്ല, FD കൊണ്ടത് നല്ല കാര്യം തന്നെയാണ്, തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഈ ലോട്ടറി എടുക്കുന്നവര് കൃത്യമായിട്ടും എന്നെ പോലെ ഇപ്പൊ മണി മാനേജ്മെന്റ് അറിയാൻ വയ്യാത്ത ഒരാള് ഈ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അവൻ ശരിക്കും പറഞ്ഞാൽ എങ്ങനെ യൂസ് ചെയ്യണം, ഈ പൈസ പൈസ പാഴായി പോയിട്ടില്ല. ഞാൻ ഏകദേശം ഒരു 15 ലക്ഷം രൂപ ഉണ്ട് എന്റെ ബ്രദറിന്. കാരണം ഞാൻ ജനിച്ചു വളർന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് സാറേ, ഞങ്ങൾ തീരെ പാവങ്ങളായിരുന്നു. എന്റെ അച്ഛൻ ഒരു ബ്ലൈൻഡ് ആണ്. അപ്പൊ അദ്ദേഹം വളരെ എന്റെ ചെറുപ്പ കാലഘട്ടം മുതലേ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്തും എന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പോലും ഞാൻ വഴി കാണുന്ന ഒരു ഭിക്ഷക്കാരന് ഒരു പൊതി ചോറ് മേടിച്ചു കൊടുക്കുന്ന ഒരു മൈൻഡായിരുന്നു. അപ്പൊ ഞാൻ കോട്ടയത്തും പരിസര പ്രദേശം നമ്മുടെ മെഡിക്കൽ കോളേജിലും ഒക്കെ എല്ലാ ഞായറാഴ്ചയും ഭക്ഷണ വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ആ സമയത്ത്. ഞാൻ കടയുള്ളപ്പോൾ, കഞ്ഞിക്കുഴി കടയുള്ളപ്പോൾ ആ സമയത്താണ് എനിക്ക് ലോട്ടറി അടിക്കുന്നത്. അപ്പൊ അതുപോലെ ഞാൻ മുടങ്ങാതെ, എനിക്ക് പൈസ ഇല്ലെങ്കിൽ പോലും ഒരിക്കൽ പോലും ഞാൻ ഭക്ഷണ വിതരണം മുടക്കിയിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആണ് എനിക്ക് പൈസ കിട്ടുന്നതും. അപ്പൊ ഇത് എങ്ങനെ വിനിയോഗിക്കണം എന്ന് എനിക്കറിയില്ല. അപ്പം ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. എന്തായാലും ഞാൻ ഈ പൈസ വിനിയോഗിച്ചതിലൊരു അപാകത എന്ന് പറഞ്ഞത്, ഞാൻ ഈ പൈസ ആദ്യമേ എന്നോട് അച്ഛനൊക്കെ പറഞ്ഞു നീ FD ഇട്ട് പയ്യെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ എന്നോട് ചോദിച്ചവർക്കൊക്കെ പഠിക്കുന്ന കാര്യത്തിനൊക്കെ ഞാൻ 10,000, 30,000, 50,000 ഒക്കെ വെച്ച് എന്നാലും ഉണ്ടല്ലോ ഇരിക്കുക. അപ്പൊ ചോദിക്കുന്നവർക്കെല്ലാം 10, 30, 50 ഒക്കെ. പിന്നെ നാട്ടുകാരാണല്ലോ സാറേ, കൊടുത്തില്ലെങ്കിൽ ശത്രുതയാവും. എന്റെ കടം തീർത്തു. എന്റെ ബ്രദറിന് ഞാനൊരു വീട് വാങ്ങിക്കാൻ ഒരു 15 ലക്ഷം രൂപ കൊടുത്തു. കുറച്ച് പൈസ എന്റെ ആ കുഞ്ഞിനൊക്കെ ആയിട്ട് വെച്ചു. ബാക്കി പൈസ മുഴുവൻ ഏകദേശം ഒരു 25 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 30 ലക്ഷം രൂപയോളം ഞാൻ ഉപയോഗിച്ചു. എനിക്ക് ഉപയോഗിച്ചു എന്റെ ആവശ്യങ്ങൾക്കായിട്ട്. എന്റെ കടവും തീർത്തു. എന്റെ വീടിലെ കുറച്ച് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 30 ലക്ഷം രൂപയോളം ഞാൻ ചെലവഴിച്ചു. 50 കോടി കിട്ടാത്ത ആൾക്കാർ കാണുമല്ലോ, ഈ പൈസ കിട്ടാതെ പോയ ശത്രുക്കള് ഉണ്ടാവും തീർച്ചയായിട്ടും. എനിക്ക് പക്ഷെ 63 രൂപ കിട്ടിയുള്ളൂ. ഇങ്ങനെ പേര് 1 കോടി അടിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും ഞാനൊന്ന് സഹായിച്ചവര് പോലും അവര് പറയുന്നത് എനിക്ക് ചുമ്മാ കിട്ടിയ കാശില്ലേ, എന്തുകൊണ്ട് തന്നുകൂടാ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ആളുകളുടെ. ഇഷ്ടം പോലെ ഉണ്ടായി സാർ, അങ്ങനെ തന്നെ വേണം. അതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.